പൊതുവെ ജനങ്ങളുടെ അവരുടെ ഹൃദയങ്ങളിൽ വ്യഭിചരിച്ചിരിക്കുന്ന ആളുകളോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവും, ഒരു കാരുണ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, പ്രത്യേകം ഈ വിഷയത്തിൽ എന്തിരിക്കുന്നത്, ഹദ് നടപ്പിലാക്കുന്നതിനെ തൊട്ട് നിങ്ങളുടെ കാരുണ്യം നിങ്ങളെ തടുക്കരുത് എന്ന് പ്രത്യേകം നിരോധിച്ചത്. വസബബുഹാദിഹി റഹ്മ, എന്താണ് വ്യഭിചരിക്കുന്ന ആളുകളോട് ഉണ്ടാകുന്ന ഈ കാരുണ്യത്തിന്റെ കാരണം? അന്ന ഹാദാ ദംബുൻ യഖഉ മിനൽ അശ്റാഫി വൽ ഔസാതി വൽ അറാദി. അതിനുള്ള കാരണം ഈ പാപം പൊതുവെ സമൂഹത്തിൽ ഉന്നത നിലവാരമുള്ള ആളുകളിലും സംഭവിക്കും, ഇടനിലക്കാരായ ആളുകളിലും ഈ പാപം സംഭവിക്കലുണ്ട്. അതേപോലെ തന്നെ താഴെത്തട്ടിലുള്ള ആളുകളിലും ഈ കുറ്റം എന്ത് ചെയ്യുന്നുണ്ട്, സംഭവിക്കലുണ്ട്. മാത്രമല്ല പലപ്പോഴും മനുഷ്യരുടെ ഹൃദയങ്ങളിൽ, മനസ്സുകളിൽ ഇതിലേക്ക് പ്രേരണ നൽകുന്ന ശക്തമായ ചില പ്രേരണ ഘടകങ്ങൾ എന്തുണ്ട്, മനുഷ്യരുടെ ഹൃദയങ്ങളിലുണ്ട്. വൽ മുശാരികു ഫീഹി കസീറുൻ, ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ ധാരാളമാണ്. വഅക്സറു അസ്ബാബിഹി അൽ ഇഷ്ക്, ഇതിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണം ഇഷ്കാണ്, പ്രേമമാണ്, സ്നേഹമാണ്. പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് ആളുകളെ നയിക്കുന്നത്. വൽ ഖുലൂബു മജ്ബൂലത്തുൻ ഇലാ റഹ്മത്തിൽ ആഷിഖ്, ഹൃദയം പലപ്പോഴും ആഷിഖീങ്ങളെ, പ്രേമിക്കുന്ന ആളുകളോട് കാരുണ്യം ഉണ്ടാകാൻ പറ്റുന്ന രീതിയിലാണ് മനുഷ്യരുടെ ഹൃദയം എന്തിരിക്കുന്നത്, അതിന്റെ പ്രകൃതമാണ്. പലപ്പോഴും ഈ രീതിയിൽ പ്രേമിച്ച് നടക്കുന്ന ആളുകളോട് ഒരു കാരുണ്യം പലപ്പോഴും എന്ത് ചെയ്യാം, ഹൃദയങ്ങളിൽ കാണാൻ സാധിക്കും, പ്രകൃത്യാ തന്നെ ഹൃദയങ്ങളിൽ ഉണ്ടാകും. എന്ന് മാത്രമല്ല ധാരാളം ജനങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കുന്നത് ഒരു ത്വാഅത്താണ്, ഒരു ഇബാദത്താണ് എന്ന് വരെയും ധരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും പല ഇതുപോലുള്ള സംഭവങ്ങളെ സംബന്ധിച്ച്, പ്രേമത്തെ സംബന്ധിച്ച്, അതുപോലുള്ള കാര്യത്തെക്കുറിച്ച് പലപ്പോഴും പരിശുദ്ധമായ പ്രേമം, പവിത്രമായത് എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പലപ്പോഴും ആളുകൾ ഇതിനെ വിവരിക്കുന്നത്, വർണ്ണിക്കുന്നത്. അതിനെ പരിശുദ്ധമായിട്ട് എന്തിരിക്കുകയാണ്, ആളുകൾ അവരുടെ ഹൃദയങ്ങളിൽ കൊണ്ടു നടക്കുകയാണ്. അതിന്